എന്നാണ് അവർ പറഞ്ഞത്. നാട്ടുകാരനൊരു വോട്ട്. ഇവിടെ തൊട്ടപ്പുറത്തെ ഈ പോലീസ് സ്റ്റേഷനിൽ താമിർ ജിഫ്രി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തല്ലിക്കൊന്നിരുന്നു. അല്ലേ? പോലീസുകാർ തല്ലിക്കൊന്നതാണ്. കേസ് എന്തോ ആവട്ടെ, ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നിരുന്നു. എന്റെ വീട് വള്ളിക്കുന്നിൽ നിന്നാണ്. പക്ഷേ ആ തല്ലിക്കൊന്ന പോലീസ് സ്റ്റേഷന്റെ മുമ്പിലേക്ക് പോലീസ് അധികാരികളോട് അരുത്, നിങ്ങൾ ചെയ്തത് കാട്ടായത്തമാണ്, നിങ്ങൾ ചെയ്തത് തെമ്മാടിത്തരമാണ് എന്ന് പറയാൻ മണിക്കൂറുകൾക്കും ആ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വന്ന് സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ ഈ വിനീതനായി എനിക്ക് സാധ്യമായിട്ടുണ്ട്. ഈ നാട്ടുകാരുടെ വേദനയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞ ഒരാളാണെന്ന് ആത്മവിശ്വാസം എനിക്കുണ്ട്. എന്റെ ചോദ്യം, ഇവിടുത്തെ MLA എവിടെയായിരുന്നു? ഇവിടുത്തെ MLA എവിടെയായിരുന്നു? എന്റെ ചോദ്യം, CPM-ന്റെ ലോക്കൽ സെക്രട്ടറി എവിടെയായിരുന്നു? എന്റെ ചോദ്യം, ഇപ്പോ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ എവിടെയായിരുന്നു? നാട്ടുകാരനല്ല, നാട്ടുകാരുടെ ഹൃദയവേദന അറിയുന്നവരാണ് ഈ നിയോജക മണ്ഡലത്തിൽ വോട്ട് നൽകേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നോക്കൊരു വോട്ടപകടമുണ്ടായി. 21 കുട്ടികൾ ഉൾപ്പെടെ 21 പേർ മരിച്ചു കിടക്കുന്ന ഘട്ടമുണ്ടായി. 21 പേർ ഒരുമിച്ച് മരിച്ചു കിടക്കുന്ന ഘട്ടം അതൊരു പ്രതിസന്ധിയുടെ ഘട്ടമാണ്, ഒരു പ്രയാസത്തിന്റെ ഘട്ടമാണ്. അടിവരയിട്ട് ഞാൻ പറയുന്നു, ആ സമയത്തും ഈ നാട്ടിലെ ജനങ്ങൾ സമരമിരിക്കുമ്പോ അന്നും ഈ ജനങ്ങളോടൊപ്പം നിങ്ങൾക്കിടയിൽ ഒരുവനായി ഞാൻ ഉണ്ടായിരുന്നു എന്നത് എന്റെ ആത്മവിശ്വാസമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് താന്നൂരിൽ, പ്രത്യേകിച്ച് താന്നൂർ പോലീസ് സ്റ്റേഷൻ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന മൂന്ന് പോലീസ് സ്റ്റേഷനുകളിൽ ഒരു പോലീസ് സ്റ്റേഷൻ ആയപ്പോ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ പേരിൽ മുഴുവൻ കേസെടുക്കുമ്പോ മൗനമായി നിന്നത് MLA